2026 ഹംഗേറിയൻ തെരഞ്ഞെടുപ്പ് യൂറോപ്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള പുത്തൻ മാറ്റങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. 16 വർഷമായി രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടാതെ അധികാരത്തിലിരുന്ന തീവ്ര വലതുപക്ഷ നേതാവ് വിക്ടർ ഓർബനും അദ്ദേഹത്തിന്റെ ഫിഡസ് പാർട്ടിയും കനത്ത പരാജയം ഏറ്റുവാങ്ങി പുറത്തു പോകുമ്പോൾ ഓർബാനിസം എന്ന രാഷ്ട്രീയ ദിശ അവസാനിച്ചോ എന്ന ചോദ്യം ഹംഗേറിയൻ രാഷ്ട്രീയത്തിൽ ബാക്കിയാകുകയാണ്. പ്രതിപക്ഷ നേതാവ് പീറ്റർ മഗ്യാറിന്റെ നേതൃത്വത്തിലുള്ള ടിസ പാർട്ടിയാണ് ചരിത്ര വിജയം സ്വന്തമാക്കി ഹംഗറിയിൽ അധികാരത്തിലെത്തിയത്. പാർലമെന്റിൽ 138 സീറ്റുകൾ നേടി ടിസ പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ ഓർബാന്റെ ഫിഡസ് പാർട്ടിക്ക് 55 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. ഹംഗറിയിൽ സ്ഥാപിതമായ ഈ പുതിയ ഭരണത്തിലൂടെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനാണ് രാജ്യം വേദിയായത്. ഈ രാഷ്ട്രീയ മാറ്റത്തിൽ ഓർബാനിസം തുടരാനുള്ള സാധ്യതകളിലേക്കാണ് ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിരൽ ചൂണ്ടുന്നത്. കാരണം മഗ്യാർ മുൻപ് ഫിഡസ് പാർട്ടിയിലുണ്ടായിരുന്ന നേതാവായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓർബാൻ കാലഘട്ടത്തിലെ ചില നയങ്ങൾ തുടരുമെന്ന വിലയിരുത്തലുകളും ഉയരുന്നു. അതേസമയം പുതിയ സർക്കാർ അഴിമതി വിരുദ്ധ നടപടികൾ ശക്തമാക്കാനും പൊതുസേവനങ്ങളിൽ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരാനും ശ്രമിക്കുമെന്നാണ് സൂചനകൾ. അന്താരാഷ്ട്ര തലത്തിൽ ഹംഗറിയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാനാണ് സാധ്യത. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനകം തന്നെ പുതിയ ഭരണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ റഷ്യയുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കില്ലെന്നാണ് സൂചന. പ്രത്യേകിച്ച് എനർജി ആവശ്യങ്ങൾ മുൻനിർത്തി ഹംഗറി യൗകിക സമീപനം തുടരുമെന്ന് പുതിയ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഓർബാന്റെ കാലഘട്ടം അവസാനിച്ചെങ്കിലും ഓർബാനിസം എന്ന രാഷ്ട്രീയ ദിശ അവസാനിച്ചോ എന്ന ചോദ്യം ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. അടുത്ത മാസങ്ങളിൽ പുതിയ സർക്കാർ ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നോക്കേണ്ടതുണ്ട്. അത് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ഓർബാന്റെ തിരിച്ചുവരവും അസാധ്യമല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.